ഒരു മുഖ്യമന്ത്രിക്കെതിരെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത്രയും ജനങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളാണ്, ഇത്രയും ആളുകൾ നിങ്ങളുടെ ശത്രുവാകുന്നു. മുഖ്യമന്ത്രിയുടെ നിലവിലെ ശത്രുവും മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന ഏതൊരു പ്രസ്താവനയുണ്ട് പുള്ളിക്കാരൻ ഇപ്പം മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ. വി ഡി സതീശന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന ദിവസം ഒരു പ്രസ് മീറ്റ് എടുത്തു. അതാ പ്രസ് മീറ്റിൽ അതെന്താ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ? ഒരൊറ്റ പോസ്റ്റാണ് ഇട്ടത്. ഈ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം തന്നെ ഏകദേശം ഒരു 12 പോലീസ് സ്റ്റേഷനിൽ പോയി. നിങ്ങൾക്ക് ഭീഷണി വന്നിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ. ജീവനിൽ കൊതിയിരുന്നു. ആ ഒരു പഴയൊരു പോക്സോ കേസിന്റെ കാര്യങ്ങളും. ഞാനൊരു ആർട്ടിസ്റ്റിനെ മാനേജറായിട്ട് വർക്ക് ചെയ്യാറ്. എന്റെയും ഈ സിംഗറിന്റെയും ഫ്രണ്ട് ആയിട്ടുള്ള, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളായിരുന്ന ഒരു പെൺകുട്ടീനെ കൊണ്ടിട്ട് എന്റെ പേരിൽ കേസ് കൊടുപ്പിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മോശമായിട്ട് മെസ്സേജ് അയച്ചു. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആ ജയിലിൽ കിടന്നതെന്നുള്ളത് എന്തെങ്കിലും തെളിവ് പുറത്തെ കയ്യിലുണ്ടോ? കാട്ടാളൻ മൂവിനകത്ത് സംഭവിച്ച ഒരു 25 ലക്ഷത്തിന്റെ ക്രമക്കേടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനകത്ത് ഹനാൻഷ അറിഞ്ഞോ അറിയാതെ ഒരു പാർട്ടായിരുന്നു. അത് പറഞ്ഞത് ശേഷം അയാളുടെ ഫാമിലിക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം അവരെ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ സൗഹൃദപരമായിട്ട് പോകുന്നുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ ബാധിച്ചേക്കുന്ന ഒരു മൊത്തം ഫാമിലി, അങ്ങനെ ഒരു ടെൻഷൻ വരാറുണ്ട്. മടിയിൽ കനമുള്ളവർ പേടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ മടിയിൽ കനമുള്ളവർ പേടിച്ചിരിക്കുന്ന ഒരു പേരാണ് അബ്ദുൽ ഹക്കീം. മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വരികയും ഒരുപാട് ഫാമിലികളാണ് ആ ഒരു വീഡിയോ പുറത്തു വിട്ടത് കാരണം എൻ്റെ അടുത്തായിരുന്നു ദേഷ്യം. പിന്നെ എൻ്റെ ദുബായിലെ കേസും ഈ പറയുന്ന പോലെ മറ്റേ സിംഗറിന്റെ കേസും ഒക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു സൈബർ ബുള്ളിങ് അനുഭവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അതിന്റെ സത്യം ആരും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ഭയങ്കര വേദന ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് ഒരിക്കലും കള്ളമാണെന്ന് പറഞ്ഞ ഒരാൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്കൊരു 12 അക്കൗണ്ട് എൻ്റെ ഓൾറെഡി ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തപ്പോൾ സംഭവിച്ചു. ടാൽറോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ കോൾ ഔട്ട് ചെയ്തപ്പോൾ സംഭവിച്ചു. എല്ലാവരുടെയും ഒരു തെറ്റുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് അത് ചൂഴ്ന്നെടുത്ത് സെറ്റിൽമെന്റ് കേസുകൾ ആരും അറിയാതെ പൈസ മേടിച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? സ്നേഹം പരക്കട്ടെ. അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, 2018 എത്രയോ ദിർഹം തട്ടിച്ചൊരു കേസിൽ നിങ്ങൾ പ്രതിയാണെന്ന് റോബിൻ പ്രസ് മീറ്റിൽ പറയണ്ടായി. അതിൽ 10 ദിവസം ജയിലിലും കിടന്നിട്ടുണ്ടെന്ന് പറയണ്ടായി. അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഞാനൊരു ലോജിസ്റ്റിക്സ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡെമറേജ് ചാർജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ ഫൈൻ വന്നപ്പോൾ വലിയൊരു എമൗണ്ട് എനിക്കൊരു ഫൈൻ കിട്ടിയ സമയത്താണ് ഈ പറയുന്ന സാധനം നടക്കുന്നത്. ഇത് ഞാൻ 2020 മുതൽ 2026 വരെ എല്ലാ ദിവസവും എൻ്റെ ഫോളോവേഴ്സിനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ തന്നെയാണ് ഇതൊക്കെ. പണ്ടുണ്ടായിരുന്നുള്ള കഥകളും പിന്നെ ഗൗരി ഒരു സിംഗറിന്റെ മാനേജറായിട്ട് നിന്നപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഇതൊക്കെ 2020-28 കാലഘട്ടങ്ങളിൽ സംസാരിച്ച് തീർത്ത വിഷയങ്ങളാണ്. ഞാൻ ഒരു ഒറ്റ ഡൗട്ട് ചോദിക്കട്ടെ, ആ 10 ദിവസം ജയിലിൽ നിങ്ങൾ കിടന്നിട്ടുണ്ടോ? കിടന്നിട്ടുണ്ട്. അത് ഈ 18 ദിവസം കിടന്നു. ലോജിസ്റ്റിക്സിന്റെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് പുറത്തെ കയ്യിലുണ്ടോ? കിടന്നു എന്നുള്ളതിന്റെ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആ ജയിലിൽ കിടന്നതെന്നുള്ളതിന്റെ കേസ് നമ്പറും കാര്യങ്ങളും തട്ടിപ്പ് കേസിലല്ല. ഞാൻ ഇങ്ങനെ ഒരു അത് ബ്രോയ്ക്ക് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കയ്യിലില്ലെങ്കിൽ എന്റെ കയ്യിൽ പ്രൂഫായിട്ട് കാണാൻ ഭയങ്കര ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ കാണണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്റെ എതിരാളിയായ അൻവിന്റെ കയ്യിലുണ്ടാവും ആ തെളിവ്. ഉണ്ട്. കാരണം ഒരാൾ പബ്ലിക്കലി ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന് ഒരാൾക്കെതിരെ പറഞ്ഞൊരു കാര്യമാണ്, താങ്കൾ 10 ദിവസം ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. അപ്പൊ ബ്രോ തന്നെ എന്നോട് പറഞ്ഞു 18 ദിവസം കിടന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാവരും ഉള്ളിൽ ആ സംഭവം ഉള്ളിലുണ്ട് എല്ലാവരുടെയും ഒരു തട്ടിപ്പ് കേസ്. ഇപ്പൊ ബ്രോ ഇങ്ങനെ പറയുമ്പോഴാണ് താല്പര്യം ഉണ്ടെങ്കിൽ അതെനിക്ക് തെളിയില്ല. ഞാനിത് ഭയങ്കര വോക്കലായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതായത് ഞാൻ ഈ പറയുന്ന പോലെ പൈസയുടെ അലിഗേഷൻ എൻ്റെ പേരിലും ഉണ്ടായിട്ടുണ്ട് 2020. ഈ പറയുന്ന ഈ ലോജിസ്റ്റിക്സ് എറർ കാരണം ദുബായിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ റോബിനോടും പറയുന്നുണ്ട്. റോബിനോട് ഞാൻ ആകെ പറയുന്നത് സമ്മതിക്കേ, ചെയ്തു എന്ന് സമ്മതിക്കേ, അതിനകത്ത് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്. പക്ഷേ അല്ല, പുള്ളി ഇപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് സംഹാവ് പുള്ളിക്കാരൻ്റെ ചിന്തയിൽ ഇതൊരിക്കലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് പുള്ളിയുടെ വായിന്ന് വരരുത് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ ക്ലെയിമിനകത്ത് ഞാൻ ഇത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഡിഫമേറ്ററി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്നെ ആയിട്ടാണെങ്കിലും അബിൽ ബ്രോയ്ക്കും പണ്ട് ഇതേപോലെ ഒരു പെൺകുട്ടി ഒരു ഫേക്ക് കേസ് കൊടുത്തിട്ടുള്ള ഒരു സീനുണ്ട്. അപ്പോൾ ഈ പ്രസ് മീറ്റ് നടന്നപ്പോൾ തന്നെ ഈ പറയുന്ന എൻ്റെ ക്ലെയിമോ
അബിൽ ബ്രോന്റെ ക്ലെയിമോ ഈ പറയുന്ന ലക്ഷ്മിനെ കുറിച്ചോ ഇവർ കുറ്റകരമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമായിരിക്കും ഞങ്ങളുടെ പേരിൽ പറയാനുള്ളത്. റോബിൻ്റെ പറയുന്നത് 1, 2, 3 മാസം മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു സാധനം നമ്മൾ അക്യൂസ് ചെയ്യാൻ നേരത്ത് ആ അക്യൂസേഷൻ്റെ എതിരെയാണ് പ്രതികരിക്കേണ്ടത്. തീർച്ചയായിട്ടും. അല്ലാതെ 6, 7, 8 വർഷം മുമ്പ് നടന്ന കഥ വെച്ചാണ് പുള്ളിക്കാരൻ പ്രതികരിക്കുന്നത്. ബട്ട് ഓക്കെ, ആ ഒരു പഴയൊരു പോക്സോ കേസിന്റെ കാര്യങ്ങളും ഇതെല്ലാം ബ്രദറും പറഞ്ഞായിരുന്നു, ഒരു കുട്ടിയായിട്ട് ഫോണിൽ എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാനൊരു ആർട്ടിസ്റ്റിനെ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, സിംഗറിന്റെ. അപ്പോൾ ആ മാനേജറായിട്ട് എനിക്ക് സംസാരിക്കുന്ന സമയത്തായിരുന്നു ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഓൺലൈൻ മീഡിയയിൽ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്താണ് എൻ്റെയും ഈ സിംഗറിൻ്റെയും ഫ്രണ്ടായിട്ടുള്ള, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളായിരുന്ന ഒരു പെൺകുട്ടീനെ കൊണ്ടിട്ട് എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മോശമായിട്ട് മെസ്സേജ് അയച്ചു എന്ന് പറയുന്നൊരു ക്ലെയിമിലാണ് മെസ്സേജ്. ആ കേസ് ഏകദേശം പൊട്ടാറായി. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇപ്പോഴും അതിൻ്റെ വേർഡിക്റ്റ് വന്നിട്ടില്ല. ഓക്കെ, ബ്രോന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ മെസ്സേജ് പോയിട്ടുണ്ടോ? ഞങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു. തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണോ പറയുന്നത്? കാരണം ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവർക്ക് കോടതിയിൽ. ഡിജിറ്റൽ എവിഡൻസ് തന്നെ നമുക്ക് കൂടെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ കോർട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ആ ഒരു കാര്യമാണ് റോബിൻ ഇതിൻ്റെ നേരി പറയാനുള്ളത്. അല്ലാതെ റോബിൻ്റെ മേലിൽ നമ്മൾ വെക്കുന്ന അക്യൂസേഷൻ അല്ല. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ചോദിച്ചു, ഒന്നും കൂടി ക്ലിയർ ആക്കണം ബ്രദർ. പറ്റുമെങ്കിൽ ഇപ്പോൾ ബ്രോയ്ക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ റോബിൻ അത്ര സ്ട്രോങ് ആയിട്ടൊരു കാര്യം റോബിൻ പ്രൂവ് ചെയ്തോ? അത് ഇല്ല, റോബിൻ പറഞ്ഞത് എങ്ങനെയാണ്, അദ്ദേഹം ഒരു 2018 ഒരു തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്, എത്രയോ ദർഹം പറ്റിച്ചതിൽ. ഇങ്ങനെ പറഞ്ഞങ്ങ് പോയിട്ടുണ്ടെങ്കിലും ഒരാൾ ഒരു ഇത്ര മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ ഒരു 10% ആൾക്കാരുള്ളിലെങ്കിലും ശരിയായിരിക്കും എന്നൊരു സാധനം കയറും, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാവും. അത് ബ്രോയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ ബ്രോന്റെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് ഒന്ന് തെളിയിക്കാൻ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന്. ഓക്കെ ബ്രദർ, അത് എന്തായാലും ഒന്ന് ചെയ്യണം. കാരണം ഞാൻ ഇത് ബ്രോ ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്കൊരു 12 അക്കൗണ്ട് എൻ്റെ ഓൾറെഡി ഡിസേബിൾ ആയി പോയിട്ടുണ്ട്. അത് പോയിക്കൊണ്ടിരിക്കുക പോയി. ഇത് ഞാൻ ഓരോ അക്കൗണ്ട് തുടങ്ങാൻ നേരത്തും ഇത് എപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അൻവിനെ കോൾ ഔട്ട് ചെയ്തപ്പോൾ സംഭവിച്ചു, ടാൽറോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ കോൾ ഔട്ട് ചെയ്തപ്പോൾ സംഭവിച്ചു. ഇവർക്ക് ആകെ പറയാനുള്ളത് ഈ പറയുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഭയങ്കരമായിട്ട് ഇത് പ്രഷറായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ചോദ്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ബ്രോ ചോദിക്കുന്ന പോലെ ഒരുപാട് ആൾക്കാർ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ശരി ഞാനൊരു ഉത്തരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരം കൊടുക്കും. ഉത്തരം കൊടുക്കും, ഈ അക്കൗണ്ട് പോകും, പിന്നെ അടുത്തൊരാളെ പിടിക്കും. അടുത്ത വലിയൊരു വൻമരത്തിനെ പിടിക്കാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സാധനങ്ങൾ വീണ്ടും പൊങ്ങി വരും. നീ ആരാടാ അതിനെ കുറിച്ച് പറയാൻ, നീ അവനല്ലേ എന്ന് പറയും. ഇത് ഓരോ സമയത്ത് ഓരോ ഓഡിയൻസിലോട്ടാണ് എത്തുന്നത്. നമ്മുടെ ആൽഗോരിതം അനുസരിച്ചിട്ട് ഇപ്പോൾ അൻവിനെ കോൾ ഔട്ട് ചെയ്യുമ്പോൾ അൻവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തിട്ടാണ് ആ വ്യൂവർഷിപ്പ് പോകുന്നത്. അപ്പോൾ അവർക്കൊന്നും എന്നെ കുറിച്ച് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം. അപ്പോൾ അതേ ആൾക്കാർ ഇതേ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ അപ്പോൾ അവിടെ ആൻസറബിൾ ആവും. അപ്പോൾ നമ്മൾ ആൻസർ കൊടുക്കും. ഇതിങ്ങനെ ഒരു ഫുൾ സർക്കിൾ മൂവ്മെന്റ് ആണ്. ബ്രോ ശരിക്കും എന്താ പ്രൊഫഷൻ എന്താണ്? ഞാൻ ബിസിനസ് ഫീൽഡിലൊക്കെ ആയിരുന്നു, സെയിൽസ് ആയിരുന്നു മുമ്പ്, പിന്നെ BDM ആയിട്ട് നിന്നു, പിന്നെ ഇവിടെ കാക്കനാട് ഒരു കമ്പനിയിൽ CEO ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്നേഹം പരക്കട്ടെ എന്ന് പറയുന്ന ഒരു മീഡിയ കമ്പനി. ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്നത് എന്താ? അത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ഉണ്ട്. ആ സീരീസിനകത്തുള്ള ഒരു ക്യാരക്ടറിന്റെ പേരാണ് ഡോക്ടർ ഡ്രേക്ക്. ഓക്കെ, ഇത് പലരുടെയും ഡൗട്ടാണ്, ഇങ്ങനെ ഡോക്ടർ അതൊക്കെ പറയുന്നത്. ഇത് നമുക്കറിയാം, പക്ഷേ പലരുടെ ഉള്ളിലൊരു ചോദ്യമുണ്ട്, ഡോക്ടർ ഡ്രേക്ക് വളരെ പ്രശസ്തമായ ഒരു സിനിമ, അതിലെ ക്യാരക്ടറുമാണ്. യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ആ ഡോക്ടർ ഡ്രേക്ക് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ എന്നാലും ഒരു സൈഡിൽ ഡോക്ടർ റോബിൻ, ഒരു സൈഡിൽ ഡോക്ടർ ഡ്രേക്ക്. ഞാനൊരു കമന്റ് കണ്ടതാ, ഈ ഡോക്ടേഴ്സിനൊക്കെ പ്രാന്താന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ മിക്ക പ്രൊഫൈലും ഉണ്ടായിരുന്നു നോട്ട് ആൻ ആക്ച്വൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഇതേ സംശയം കുറെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, ഡോക്ടറാണോ എന്നുള്ള സാധനം. അതെ, കാരണം എല്ലാവരും ചിലപ്പോൾ ആ പടങ്ങൾ കണ്ടെന്ന് പറ്റില്ല, കുറച്ച് മുമ്പേ ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് എല്ലാവരും അതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതും പിന്നെ എന്റെ ഫ്രണ്ട് സർക്കിൾ കൂടുതലും കുറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് അപ്പോഴും തെറ്റിദ്ധാരണ ഒരു ഡോക്ടറാണ്. ഇപ്പൊ ഒരു ഡോക്ടർമാരെ ഇവനോ. ഓക്കെ, ഇനി ബ്രദർ, ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇൻവെസ്റ്റിഗേഷൻ അതിനോടൊരു താല്പര്യം ചെറുപ്പം മുതലുണ്ടോ? ചെറുപ്പം മുതലില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ എൻ്റെ ദുബായിലെ കേസും ഈ പറയുന്ന പോലെ മറ്റേ സിംഗറിൻ്റെ കേസും ഒക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു സൈബർ ബുള്ളിങ് അനുഭവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അതിൻ്റെ സത്യം ആരും മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ഭയങ്കര വേദന ഉണ്ടായിരുന്നു എനിക്ക് പണ്ടും. ഇപ്പോഴും ഞാനിപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ മീഡിയയിൽ ചെറിയൊരു ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാലോ ആദ്യം വരുന്ന കമൻറ്റ് അതാണ്, ഇവനാണോ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൻ്റെ സത്യം എന്താണെന്നോ ആ കേസ് എന്താണെന്നോ ആ കേസിനെ കുറിച്ച് എന്തായിരുന്നു ഇപ്പോൾ പറയാൻ പറ്റായ്മയുണ്ട്. ഈ കോർട്ടിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സാധനം പബ്ലിക്കലി അവൈലബിൾ. സംസാരിക്കുന്നുണ്ട്? ഇല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ഇപ്പോഴും അക്യൂസ്ഡ് ആണ്. അപ്പോൾ അത് നമ്മളെ കേസിനെ ബാധിക്കും, എനിക്ക് ബാധിക്കും. അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും
ആർക്കും അറിയില്ല. ഇല്ല, അറിയില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഭയങ്കര സിമ്പിളാണ് മനസ്സിലാക്കാൻ. അത് കേസ് കൊടുത്തിരിക്കുന്ന ആളാരാന്നും കേസ് ഏത് സമയത്ത് കൊടുത്തിരിക്കുന്നുവെന്നും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് ആ പറയുന്ന സാധനത്തിനകത്ത് ആരും അതിൻ്റെ സത്യത്തിൻ്റെ പുറകിൽ പോയില്ല എന്നുള്ളത് ഭയങ്കര വേദനയായിരുന്നു. അവസാനം ഞാൻ ഭയങ്കര വലിയൊരു ഇൻസ്റ്റാഗ്രാമിൽ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് വീണ്ടും കോൺടന്റ് ക്രിയേഷൻ തുടങ്ങിയത്. ഇത് 2021 കാലഘട്ടം. അതിനുശേഷം ഒരു 2023 24 എന്താണ് ഞാൻ വീണ്ടും ചെറിയതായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം ഈ പറയുന്ന പോലെ ഫേക്ക് അക്കൗണ്ടുകൾ കണ്ടുപിടിക്കുക, ഫേക്ക് സ്കാമുകൾ കണ്ടുപിടിക്കുക, സ്കാമുകൾ നടത്തുന്ന കമ്പനികൾ കണ്ടുപിടിക്കുക, പൊട്ടൻഷ്യൽ സ്കാമുകൾ കണ്ടുപിടിക്കുക, സത്യത്തിൻ്റെ പുറകിൽ പോവുക എന്ന് പറയുന്നൊരു പെർസ്പെക്റ്റീവിലോട്ട് എൻ്റെ ജോൺറ മൊത്തത്തിൽ മാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് ഒരിക്കലും കള്ളമാണെന്ന് പറഞ്ഞ ഒരാൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, വ്യക്തമായ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ പിന്നെ ഇപ്പോൾ ലീഗലി രജിസ്റ്റേർഡ് ആയ ഒരു സ്നേഹം പ്രക്കട്ടെ എന്ന് പറയുന്ന ഒരു മീഡിയ കമ്പനിയും കൂടെയാണ്. അപ്പോൾ അത് ഇരിക്കവേ നമ്മുടെ ലീഗൽ ടീമുകളുമായിട്ട് സംസാരിച്ച് അവരുടെ ഒപ്പീനിയനും എടുത്ത് പ്രൂഫ് എല്ലാം കൂടെ അവരെയും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ നമ്മൾ കോണ്ടന്റ് ഔട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കോണ്ടന്റുകളെല്ലാം ഭയങ്കര ഡിലേ. ഇപ്പോൾ VD സതീശൻ്റെ ഒരു കോണ്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ കുറേ ഡിലേകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമ്മുടെ പ്രൂഫ് അവരും അപ്രൂവ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടന്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ അതിലേക്കായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അപ്പോൾ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നമ്മളൊരു സംഭവമായിട്ട് വരുമ്പോൾ പലതരത്തിൽ ബ്രോ ആലോചിക്കണം, അല്ലെങ്കിൽ പല രീതിയിൽ ആലോചിക്കണം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി. പക്ഷെ ബ്രോ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു VD സതീശന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന ദിവസം ഒരു പ്രസ് മീറ്റ് എടുത്തു. അന്നാ പ്രസ് മീറ്റിൽ അതെന്താ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ? നമ്മൾ ഒരൊറ്റ പോസ്റ്റാണ് ഇട്ടത്. ഒറ്റ പോസ്റ്റിൽ 8 പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പം ഇന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നേരെ എന്നെ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള മൊഴി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം തന്നെ ഏകദേശം ഒരു 12 പോലീസ് സ്റ്റേഷനിൽ പോയി ഇതേ കാര്യങ്ങൾ പറഞ്ഞു തരണം. ഓരോ ദിവസം ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിയാണ്. ഇന്ന പോലീസ് സ്റ്റേഷനിൽ വരണം, അവിടെ പറയണം, ഇവിടെ പറയണം, എൻ്റെ നാട്ടിൽ പോകണം ഇനി ഇന്ത്യൻ ഇടയ്ക്ക്. ഇങ്ങനെയുള്ള ലീഗൽ ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്ക്രൂട്ടണി ചെയ്യും. നമ്മൾ തന്നെ മെൻ്റലി ഇവർക്ക് ബുദ്ധിമുട്ടിച്ചിട്ട് ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു സ്പേസിലോട്ട് നമ്മളെ കൊണ്ട് എത്തിക്കണം ഇവർക്ക്. ഓക്കെ, പക്ഷേ ബ്രദർ ഇതായിട്ട് മുമ്പോട്ട് പോവുകയാണോ? ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെയുള്ള ഇതായിട്ട്. അതെ, വീണ്ടും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നത്, എങ്ങാനും ഈ പറയുന്നതിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ ബ്രോ നേരിടാൻ പോകുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. കാരണം ഒരു മുഖ്യമന്ത്രിക്കെതിരെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത്രയും ജനങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളാണ്, അത്രയും ആളുകൾ നിങ്ങളുടെ ശത്രുവാകുന്നു. മുഖ്യമന്ത്രിയുടെ നിലവിലെ ശത്രുവും മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അത്രത്തോളം എന്നെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല, കാരണം പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന ഏതൊരു പ്രസ്താവനയുണ്ട് പുള്ളിക്കാരൻ ഇപ്പം മര്യാദയ്ക്ക് ചെയ്യുന്നുള്ളത്. ബട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ആ വിഷയങ്ങളൊന്നും അല്ല. പക്ഷെ ഇത് പുറത്തറിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എന്തായാലും ഇതായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അത് പറയുന്നു. ഉടനെ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും. ഓക്കെ, പക്ഷെ പലരും ഇത് പറയുന്ന കേട്ടു ബ്രോ ഇത് പേടിച്ചു പിന്നെ അതിൽ നിന്ന് പിന്മാറി എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ പിന്മാറിയ ഒരു കോണ്ടന്റ് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇത്ര ഡിലേ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളുകൾ. ഡിലേ ഉണ്ട്, ഭയങ്കര ഡിലേ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ലീഗൽ ഫോർമാലിറ്റി ഭയങ്കരമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഇടാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് ഡിലേ ആണെന്നോ എന്തുകൊണ്ടാണോ ഇത് അപ്ഡേറ്റ് ഇടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കോൾ വരും. നീ എന്തിനാ അങ്ങനെ ഇട്ടത്, നീ ഇങ്ങോട്ട് വാ, നിൻ്റെ അടുത്ത മൊഴി എടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇത് മൊഴി എടുക്കുന്നതിൻ്റെ അല്ല പ്രശ്നം. നമ്മളൊരു ദിവസം മൊഴി എടുക്കാനെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസമാണ് നമ്മൾ അവിടെ കളയുന്നത് അവിടെ. ഓക്കെ, തീർച്ചയായിട്ടും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും തരത്തിൽ ടോർച്ചർ ചെയ്യുന്നുണ്ടോ? കാര്യമായിട്ട് ചോദിച്ചു ടോർച്ചർ ചെയ്യുന്ന ഇതാണ്, സമയം കളയാണ് നമ്മൾ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇല്ല. പിന്നെ അവരുടെ മുഖ്യമന്ത്രി അല്ല, നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള ഒരു സംഭവം നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. എതിരെയാണെന്നോ ഒന്നും പറയുന്നില്ല. ബട്ട് ഒരു കോണ്ടന്റ് ആണത്. ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുമോ? ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന കോണ്ടന്റ് ആണ്. ആരോട്? വോട്ട് ചെയ്ത ആൾക്കാരും വോട്ട് ചെയ്യാത്തവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരും വോട്ട് ചെയ്ത് തോൽപ്പിച്ചവരും മുഖ്യമന്ത്രിയും എല്ലാവരോടും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ജീവനിൽ കൊതിയിരുന്നോ? അത് ചോദിക്കണ്ടേ, മനുഷ്യനല്ലേ, കാര്യമുണ്ടോ? ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അത് ബ്രോയ്ക്കൊരു പേടിയില്ലേ, എവിടെന്നെങ്കിലും ഒരു പണി എനിക്ക് ഒരു ദിവസം കിട്ടും? അത് ഭയങ്കര ഷുവറാണത്. അത് നിങ്ങൾ നടക്കുന്ന ഒറ്റയ്ക്കാണ്. അതെ, നിങ്ങളെ എവിടെയും കാണാം. അതെ, നിങ്ങളൊരു ഒരിക്കലും ഒരു ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളല്ല. എല്ലായിടത്തും അന്നാ ചെയ്യുന്ന കാര്യങ്ങളോ
മുഖ്യമന്ത്രിയാണോ ആരാണോ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും ഓപ്പൺ ആയിട്ടൊന്ന് പറയുന്നുണ്ട്. ഇന്ന ആൾക്കെതിരെ ഞാനൊരു കാര്യമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പേടിയില്ല. എനിക്ക് നിങ്ങൾ വല്ല സൈക്കോ ആണോ? എനിക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താ? ഇല്ല, ഇത് എന്താ പറയാ, ഇപ്പൊ അഥവാ തന്നെ ആൾക്കാർ ഒരാളെ മാക്സിമം ഒരാളെ ഉപദ്രവിക്കാൻ പറ്റുന്നത് കൊല്ലുകയാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പേടി ഉണ്ടോ എന്തെങ്കിലും ഒരു ദിവസം? മരണത്തിനോട് പേടിയൊന്നുമില്ല. അല്ല, ആരെങ്കിലും കൈ കൊണ്ട് എനിക്കൊരു പണി കിട്ടുന്നൊരു പേടിയുണ്ടോ? അത് നമ്മളുടെ ഇപ്പോൾ നമുക്ക് അയാളെ പരിചയമുണ്ട് ഇയാളെ പരിചയമുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പയ്യൻ ചുമ്മാ വന്ന് കുത്തിയിട്ട് പോകാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അതുകൊണ്ട് അല്ല, ഉള്ളിലൊരു മനുഷ്യനല്ലേ, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പണ്ട് നമ്മൾ ചെറിയൊരു തെറ്റ് ചെയ്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛന്റെ നിഴൽവട്ടം കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ഇപ്പൊ കിട്ടുവരണം, ഇപ്പൊ അച്ഛനെ അറിഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു പേടി ഉണ്ടാവും. ഇതേപോലെ ഒരു പേടി നമ്മൾ പല സ്ഥലങ്ങളിൽ ഇറങ്ങി ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതല്ലേ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ശത്രുക്കളാണ് കൂടുതൽ. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായിലെ കാര്യങ്ങൾ മുതൽ പിന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഈ സൈബർ ബുള്ളിങ്, ഈ പറയുന്ന പോലെ പോക്സോ കേസ് സാധനങ്ങൾ, അതൊക്കെ എന്നെ ഏകദേശം ഒരു രീതിയിലൊന്ന് മോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടികൊണ്ട് തഴമ്പോ. അതെ, അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാൽ നേരിടാന്നുള്ളൊരു മാനസികതയുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്ന് പിന്മാറില്ല, ഇനി മുമ്പോട്ട് തന്നെ. ഇല്ലില്ല, ഞാൻ ഒന്നിനകത്ത് ഞാൻ ചെയ്യാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധനത്തിനകത്തും പിന്മാറിയിട്ടില്ല. 3.5 ലക്ഷമുള്ള അക്കൗണ്ടുകൾ പോയി പിന്മാറിയിട്ടില്ല. എത്ര അക്കൗണ്ടുകൾ പോയി പിന്മാറിയിട്ടില്ല. അതിപ്പോ ഒരു ഗെയിമായിട്ട് എടുത്തേക്കണേന്നുണ്ട് മെറ്റ. നിങ്ങൾ വരുന്നു, ഞങ്ങളുടെ അടുത്ത് കളയുന്നു, അല്ലേ? ഏറ്റവും കൂടുതൽ 50K ആയിട്ടുള്ള അക്കൗണ്ട് എൻ്റെ നടന്നത്. ഏറ്റവും കൂടുതൽ ടപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും കയറുന്നുണ്ട്, അല്ലേ? പുതിയ തുടങ്ങുമ്പോൾ അതിന്റെ കമ്മ്യൂണിറ്റി ഭയങ്കര നല്ല കമ്മ്യൂണിറ്റി. ഓക്കെ, എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഭീഷണി വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഭീഷണി. ഏത് ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ? പൊളിറ്റിക്കലി ആണോ? പൊളിറ്റിക്കലി, ഗുണ്ടകൾ, അങ്ങനെ പോലീസുകാർ, എല്ലാ ഭാഗത്തുനിന്നും. ഈ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് വന്നപ്പോ ഉണ്ടായിരുന്ന അത് ഞാൻ പറയുന്നില്ല. ഭീഷണി ഉണ്ടായിരുന്നോ? അതും പറയുന്നില്ല. അത് പറയുന്നില്ല. ഇല്ല, അത് പറയാൻ പറ്റില്ല. ഓക്കെ, ആ ചിരിയിൽ എനിക്ക് മനസ്സിലായി. ഒന്നും മനസ്സിലാക്കരുത്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഒരു കാര്യം എന്താ എനിക്കറിയില്ല, എന്ത് വിഷയവും നിങ്ങൾ കേൾക്കുന്ന നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഇതെന്തീ പറയാൻ പോകുന്നേ എന്നൊരു സാധനം നമുക്കുണ്ടാവും. എല്ലാ കാര്യവും ഇപ്പം ഇരിക്കുന്നവരെ വളരെ സിമ്പിളായി ചിരിച്ചുകൊണ്ട് വന്ന് പറയുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ എല്ലാവരും ഉള്ളിലുള്ളൊരു സാധനമാണ്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ടൊരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ പുറകിലൊരു സാധനം ഉണ്ട്, ഒരു സംഭവം എല്ലാവരും ഉള്ളിലുണ്ട്. പക്ഷേ വരട്ടെ, എല്ലാം വരട്ടെ, വന്നിട്ട് ബാക്കി എന്ത് പുറകിൽ എന്ത് സംഭവം ഉണ്ടെന്ന്, ഇതിന്റെ പുറകിൽ ഒരു സത്യം ഉണ്ടെന്ന്. അങ്ങനെ ഇതിന്റെ പുറകിൽ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, അടികൊണ്ട് തഴമ്പോ വന്നൊരു മനസ്സും നിങ്ങൾക്ക് ഉണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ഒന്നിനോടൊരു പേടിയില്ല, ടെൻഷനില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ പറയാം, എത്രയോ സ്റ്റേഷനിലാണ് നിങ്ങൾക്കെതിരെ കേസുള്ളത്, എത്ര ഭീഷണികളുള്ളത്. ഇത് വളരെ കൂളായിട്ട് ഇപ്പോഴും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവണില്ല നിങ്ങൾ എന്താ അത് സത്യം. ഓക്കെ, എന്തായാലും ഇതേപോലത്തെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോട്ടെ. പിന്നെ ഇനി ഒരു കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇയാളുടെ പുറകിലൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരെ ഇത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടെൻഷൻ വരാറുണ്ടോ? വരാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ടത് ചെറിയ രീതിയിലെങ്കിലും എനിക്ക് കുറേ കോണ്ടന്റുകൾ ചെയ്യാൻ നേരത്ത് ഞാൻ പറയാതിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ചെയ്ത കോണ്ടന്റ്, ഞാൻ കാട്ടാളൻ മൂവിനകത്ത് സംഭവിച്ചൊരു 25 ലക്ഷത്തിൻ്റെ ക്രമക്കേടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഹനാൻഷ അറിഞ്ഞോ അറിയാതെ ഒരു പാർട്ടായിരുന്നു. ഹനാൻഷ ആയിരുന്നു ഈ പറയുന്ന ആൾക്കാർക്ക് കോമൺ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് പുള്ളീനെ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്തു. അയാളെ യൂട്ടിലൈസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പുള്ളിക്കാരനും അറിയാതെ ആണെങ്കിലും ഒരു തെറ്റിൻ്റെ ഭാഗമായിരുന്നു. അത് പറഞ്ഞത് ശേഷം അയാളുടെ ഫാമിലിക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അതിന് ശേഷം അവരെ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ സൗഹൃദപരമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഇന്നവിറ്റബിൾ ആണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം തന്നെ റോബിൻ്റെ കാര്യത്തിനകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. റോബിൻ്റെ പ്രീവിയസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ കുറിച്ച് പേരെടുക്കാതെയോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ കുറേ കാര്യങ്ങൾ വേണ്ടത് വെക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഇന്നവിറ്റബിൾ ആണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ആ കാട്ടാളൻ സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പം ആ സിംഗറിൻ്റെ ഫാമിലിക്ക് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു ഒരു ടൈമിൽ. ഭയങ്കരമായിട്ടല്ല, നമുക്ക് ആ സിംഗറിന്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഫാമിലി റിലേറ്റഡ് ആണല്ലോ. അതെ, ഭയങ്കര രസമായിട്ട് പോകുന്നത്. അപ്പൊ അവർക്കത് മൊത്തത്തിലൊരു ട്രോമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ ബാധിച്ചേക്കുന്ന ഒരു മൊത്തം ഫാമിലി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് ഞാനത് ചോദിച്ചത്, ബ്രോയ്ക്ക് അത് പേഴ്സണലി അത് വേണോ വേണ്ടെന്ന് ചിന്തിക്കാറുണ്ട്? ഒരുപാട് പ്രാവശ്യം ചിന്തിക്കാറുണ്ട്. പക്ഷേ
ഹനാൻ്റെ പേര് അതിനകത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാധനമായിരുന്നു അതിനകത്ത്. കാരണം പുള്ളീനെ പ്രഷർ ചെയ്തിട്ടാണെങ്കിലും പുള്ളി അത് ചെയ്തു. ആ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഒരു ഗായകനെന്നോ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആരാണെന്ന് അപ്പം തന്നെ മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, ഓക്കെ, ആ സിനിമയിലുണ്ടായിരുന്നൊരു ഗായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൾ ഹക്കീമിൻ്റെ പേരും പെപ്പയുടെ പേരും പറയുമ്പോൾ ആരാണെന്ന് മനസ്സിലാവും ആൾക്കാർക്ക്. പിന്നെ അതിനകത്ത് ഒരു പേര് പറയുകയോ പറയാതിരിക്കാനകത്ത് പ്രസക്തിയില്ല, അതുകൊണ്ട് തന്നെയാണ് പേര് പറഞ്ഞത്. ഓക്കെ. അതുപോലെ തന്നെ അബ്ദുൾ ഹക്കീം, എൻ്റെ കാസറ്റ്, എല്ലാവരും തെറ്റ് ചെയ്തവരും. മടിയിൽ കനമുള്ളവർ പേടിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ മടിയിൽ കനമുള്ളവർ പേടിച്ചിരിക്കുന്ന ഒരു പേരാണ് അബ്ദുൾ ഹക്കീം. അബ്ദുൾ ഹക്കീം പറയുന്ന പല കാര്യങ്ങളും ഇതെല്ലാം വിശ്വസിച്ചും പേടിച്ചിരുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് അദ്ദേഹം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വരികയും ആ ചീട്ടോട്ടാരം അതെ ആ ചീട്ടോട്ടാരം മൊത്തം തകർന്നു വീഴുകയൊക്കെ ചെയ്തത്. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള അവസ്ഥ എന്താണ്? ആ ഒരു വീഡിയോ പുറത്തു വിട്ടത് കാരണം എൻ്റെ അടുത്തായിരുന്നു ദേഷ്യം. പിന്നെ ഞാൻ ഇച്ചിരി മദ്യപിച്ചിട്ടൊക്കെ ലൈവൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അതെ. പിന്നെ ഞാൻ ഈ ഡ്രഗ്സിൻ്റെ എതിരെ ഒന്നും ക്യാമ്പയിനൊന്നും നടത്തിയിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ ഈ മദ്യപിക്കുന്നതിനോ സിഗരറ്റ് വലിക്കുന്നതിനകത്തോ ഒന്നും ഞാനെതിരെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഡ്രഗ്സിനെതിരെ. പിന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ചില വിഷയങ്ങൾ വരുമ്പോൾ ഞാനൊരു എക്സ്റ്റൻറ്റിന് ശേഷം പോവില്ല. പുള്ളിക്ക് ആ എക്സ്റ്റെൻഡ് ഇല്ല, പുള്ളി വലിച്ച് കീറുമല്ല അതിന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളോട് ഭയങ്കര എല്ലാവർക്കും ഒരു ആനിമോസിറ്റി കാണുമല്ലോ. അപ്പോൾ ആനിമോസിറ്റിയുടെ ഫലമായിരിക്കണം ആ വീഴ്ച. ഓക്കെ. എന്തായാലും ഞാൻ നേരത്തെ ബ്രോനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഫാമിലീനെ ബാധിക്കില്ലെന്ന്. ഇപ്പം ഈ എൻ്റെ കാസറ്റ് മുഖാന്തരം അദ്ദേഹം അത് ചിന്തിക്കാതെ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഫാമിലികളാണ് തകർന്നത്. കേരളം ഒരു മെസ്സേജ് ആശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അടുത്ത് അവൻ തിരിച്ചയച്ചേക്കുന്ന മെസ്സേജാണ്, എൻ്റെ ഫാമിലി ഇത് കണ്ടാൽ പ്രശ്നമാവും ബ്രോ, അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്. അത് നിങ്ങൾ പുറത്ത് വിട്ടിട്ട് ആ സാധനവും എയർ ചെയ്തു. അതോടുകൂടി ആ ഒരു അധ്യായം പകുതി അവസാനിച്ചെന്നാണ് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. പക്ഷെ അദ്ദേഹം വീണ്ടും ശരിക്കും ജയിലിൽ പോയോ? ഡിറ്റൈൻഡ് ആയി. പക്ഷെ ദുബായിൽ ഇതുവരെ അവൻ്റെ ഡ്രഗ് കേസ് രജിസ്റ്റേർഡ് ആയിട്ടില്ല. എന്തുകൊണ്ട്? നമുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഈ നിലവിൽ കഴിഞ്ഞ ആഴ്ച മുമ്പ് നമുക്കൊരു ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ആ കാര്യത്തിനകത്ത്. ആ കേസ് രജിസ്റ്റർ ചെയ്യിപ്പിക്കാനൊരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ കാണാനിടയുണ്ടായി, ഞാൻ ഈ പരിപാടികളൊക്കെ നിർത്തുകയാണ്, ഞാൻ നല്ല കോണ്ടന്റ് ചെയ്തിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ്, ആൾക്കെന്നെ ഒരു മാനസാന്തരം വരുവാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഹക്കീമിൻ്റെ കാര്യം വേറൊരു കാര്യം പറഞ്ഞെങ്കിൽ പല ആളുകൾക്കും അല്ല ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായി പേര് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടിയാണ്. അവൻ അത്രയും പോസിറ്റീവ് സൈഡ് ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ്. പക്ഷേ ചേട്ടൻ നേരത്തെ പറഞ്ഞ മടിയിൽ കരമുള്ളവൻ, അതെ, പേടിച്ചാൽ എന്ന് പറയുന്നത് പോലെ, അതെ, അവൻ തന്നെയാണ് ഒരു സൈഡിൽ ഈ സംഭവം കാണിച്ച് പുറത്ത്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നും അവനൊരു സ്ട്രോങ് ഒരു ബ്ലോഗറായിട്ട് അല്ലെങ്കിൽ ആളുകൾ ഒരു ആൺകുട്ടി എന്ന രീതിയിൽ അവനവിടെ നിർത്തിയാണ്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊന്നും പിന്നെ ആർക്കൊന്നും അറിയില്ല, നിങ്ങൾ തമ്മിൽ പിന്നെ ശത്രുക്കളായി എന്നൊക്കെയാണ് പിന്നെ പുറത്ത് പറയപ്പെട്ടിരുന്നത്. മിത്രങ്ങളല്ല എന്തായാലും ആ രീതിയിൽ ഇനി മിത്രങ്ങളാവാനുള്ള താല്പര്യവും ഇല്ല. ബട്ട് നന്നാവണേ, നന്നായിട്ട് പോട്ടെ. ഇപ്പോൾ ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ എൻ്റെ നേരെ വരാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഫയലുകൾ അടങ്ങിയ ഫോൾഡർ എൻ്റെ കയ്യിൽ കിട്ടി, ഏകദേശം 12 GB. അപ്പോൾ അതിനുശേഷമാണോ നന്നായത് അതോ എന്തുകൊണ്ടാണോ നന്നായെന്ന് അറിയത്തില്ല. പക്ഷെ നന്നാവണേ നന്നാവട്ടെ, നമ്മളത് വെളിവിടാനോ നമ്മൾ പ്രസിദ്ധീകരിക്കാനോ ഒന്നും പോകുന്നില്ല. ഇനിയും എന്തെങ്കിലും ക്രമക്കേട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രസിദ്ധീകരിക്കാം. ഇതൊരു വാണിംഗ് അല്ല, വാണിംഗല്ല, ഇതൊരു വാണിംഗേ അല്ല. നന്നാവട്ടെ, സമയം വരുമ്പോൾ കാണാമെന്നൊക്കെ. ഓക്കെ. എന്തായാലും ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടി കടന്നു നിങ്ങളെ പരിചയപ്പെടാനെ പറ്റിയതിനകത്തും വലിയ സന്തോഷം. ഓക്കെ. എത്ര ഇന്റർവ്യൂസിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്, എന്താ പറയുക, എനിക്കൊന്ന് ബാക്കോട്ട് പോകാനുണ്ട്. നിങ്ങളുടെ ചെറുപ്പം, അതായത് നിങ്ങൾ വളർന്നു വന്നത് എവിടെയായിരുന്നു? ഞാൻ നാട്ടിൽ കൊല്ലത്താണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ഹൈസ്കൂൾ പഠിക്കുന്നതുവരെ കൊല്ലത്ത് തന്നെയായിരുന്നു. പിന്നെയാണ് ദുബായിലോട്ടൊക്കെ പോയത്. ഓക്കെ. പിന്നെ ജോലിയൊക്കെ ആയിട്ട് കൊച്ചി. ബിസിനസ്സാണ് മെയിൻ. ഇപ്പോൾ നിലവിൽ ബിസിനസ്സാണ്, ഒരു ചെറിയ ഓണ്ടർപ്രണർ. ഒരു 3 അഭ്യൂഹങ്ങൾ ഞാൻ പറയട്ടെ, പറഞ്ഞു, നിങ്ങൾ സമ്മതിച്ചു തരണം. നിങ്ങൾ എല്ലാവരുടെയും ഒരു തെറ്റുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് അത് ചൂഴ്ന്നെടുത്ത് സെറ്റിൽമെന്റ് കേസുകൾ ആരും അറിയാതെ പൈസ മേടിച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ഞാൻ ഒന്നാമത്തെ കാര്യം ഞാനൊരു ഉത്തരം പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അൻവിൻ എന്ന് പറയുന്ന ആളുടെ കോണ്ടന്റ് ചെയ്തപ്പോ കേരളത്തിൽ നിങ്ങളുടെ സഹിതം കുൽസിതങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടി. അല്ല അങ്ങനല്ലേ പറയുന്നത്, ഒരു അതിശക്തി പറയുക. അപ്പോ അത്രയും കുൽസിതം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ആ കുൽസിതം വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനായിരുന്നു എനിക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഞാൻ നിന്റെ ആ ചാറ്റ് വെളിവിടും, ഇത് ചാറ്റ് വെളിവിടും. എനിക്ക് നിലവിൽ ഈ പറയുന്ന കുറേ ബിസിനസ് മുതലാളികളുടെയും കുറേ ഫ്രൂട്ട്സ് കച്ചവടക്കാരുടെയും കുറേ ഇലക്ട്രോണിക്സ് കടക്കാരുടെയും ഒക്കെ കുൽസിതങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു. അതൊന്നും വെച്ചിട്ട് ഞാനൊരു കോണ്ടന്റ് ആക്കിയിട്ടില്ല, ഞാൻ അവരുടെ ഇത് വെച്ചിട്ട് സംസാരിക്കാൻ പോയിട്ടില്ല, ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചാൽ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ കോണ്ടന്റ് അതല്ല. ഒരാളുടെ കുൽസിതോ ഒരാളുടെ പ്രശ്നകാലങ്ങളോ അങ്ങനെ 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 കാണിച്ചിട്ട് കോണ്ടന്റ് ഞാൻ ചെയ്തിട്ടുള്ള കോണ്ടന്റുകളെല്ലാം സ്കാമുകളോ പൊട്ടൻഷ്യൽ സ്കാമുകളോ ക്രമക്കേടുകളോ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള പേഴ്സ്പെക്റ്റീവുകൾ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ആവശ്യം വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത്. ഒരാളുടെ പേഴ്സണലി ഞാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ചെയ്യേണ്ടി വരുന്നത് റോബിൻ്റെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ ചെയ്യാൻ, കാരണം എന്നെ അയാൾ വിളിച്ചു വരുത്തിയിട്ട് എന്നെ പറ്റിച്ചിട്ട് എന്നെ കൊണ്ടൊരു കോണ്ടന്റ് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ലോജിക്ക്. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് അവിടെ നമ്മൾ ഒന്ന് തിരിഞ്ഞത്. അതെ. ഓക്കെ, ഈ ബ്രോന്റെ ഫാമിലിക്ക് ഈ പേടിയൊക്കെ ഇല്ലേ? ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലത്തെ പേടികളെല്ലാം ഇല്ലേ? അനിയത്തിക്ക് ഉണ്ട്, പിന്നെ അച്ഛനും അമ്മയ്ക്കും വലിയ ധാരണയില്ല. അവൻ എന്തോ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒക്കെ അവര് എന്തോ അവതാരകനാണ്. ഇടയ്ക്ക് അച്ഛൻ ഫേസ്ബുക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ കാണാൻ നിർത്തും. നീ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ഇടയ്ക്കൊന്നും ഫേസ്ബുക്കിൽ അധികം ഞാനൊന്നും അവർക്ക് ഇൻസ്റ്റ എടുത്തു കൊടുക്ക്. അപ്പൊ വീട്ടുകാരിപ്പോ വിചാരിച്ചിരിക്കണ മോനെന്തോ വലിയ അവതാരകനാ. എന്തൊക്കെയോ പരിപാടികൾ നടക്കണ്ട്, എല്ലാ ചാനലിലും ഉണ്ട്. ദൈവമേ, അനിയത്തിക്ക് പേടിയുണ്ടല്ലേ? അനിയത്തിക്ക് പേടിയുണ്ട്. ഓക്കെ ഓക്കെ, ഈ പേടി ഇല്ലാതിരിക്കണം എങ്ങനെ ബ്രദർ? അതെ അതെ, അതൊക്കെയല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ചെയ്യുന്ന പല കാര്യങ്ങൾ എന്താണെങ്കിലും ബ്രോ ഒരു ധൈര്യം ബ്രോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ ധൈര്യം ചിലപ്പോൾ ഫാമിലിക്ക് ഉണ്ടാവില്ല. നമ്മൾ ഇറങ്ങി ചെയ്യുന്ന പല കാര്യങ്ങളും അവരെ ബാധിക്കാതെ നോക്കുക, അതേ പറയാനുള്ളൂ. എന്തായാലും സന്തോഷം, നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയതിലും ഒരുപാട് കാര്യങ്ങളും കറക്റ്റായിട്ട് നേരിട്ട് ഇതുപോലെ ആൻസർ തന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യാത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഹേർട്ട് ചെയ്യില്ല, എനിക്കറിയാം. ഞാൻ കാരണം അത് എൻ്റെ ചോദ്യമല്ല, പുറമേ നിൽക്കുന്ന പല ആളുകളുടെ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിച്ചത്, സാധാരണക്കാരായ ആളുകളുടെ ചോദ്യമാണതെല്ലാം. അപ്പോൾ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ എന്തായാലും എത്രയും പെട്ടെന്ന് അടുത്തടുത്ത അപ്ഡേഷന് വേണ്ടി ഞങ്ങളും എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. എല്ലാം നല്ലതിനാവട്ടെ. നിങ്ങളുടെ ടാഗ് ലൈൻ ഒന്ന് നിങ്ങളൊന്ന് പറയാമോ? സ്നേഹം പരക്കട്ടെ. സ്നേഹം പരക്കട്ടെ, സ്നേഹം പരക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.